ഇവരെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് ഇപ്പൊ നമ്മളുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വലുതായി വന്നിട്ടോ ഉള്ള സമയമല്ല. ഒരു MBBS പാസ്സായിട്ട് ഇത്രയും നല്ല മാർക്ക് മേടിച്ച് MBBS പാസ്സായിട്ട് ശാസ്ത്രം സയൻസ് അരിച്ചു കുറുക്കി പഠിച്ചിട്ട് ഈ നമ്മൾ സയൻസിൽ പഠിച്ചിരിക്കുന്നത്, ഇപ്പൊ ഞാൻ അത്ര വലിയ ഡോക്ടറൊന്നുമല്ല എങ്കിലും ഒരു സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ഹോർമോണും കൂടെ ബീജവും കൂടെ ചേർന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ആദവും നമ്മളുടെ ബൈബിളിലായാലും ഭഗവത്ഗീതയിലായാലും ഖുറാനിലായാലും പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചതല്ലാതെ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച്, ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ സയൻസിനെ കീഴടക്കി അവൻ സയൻസ് എല്ലാം പഠിച്ച് ഇത്രയും അറിവ് സമ്പാദിച്ചിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുമ്പോൾ ഈ പറയുന്നത് ആദത്തിനും ഹവ്വയ്ക്കും ആദ്യമായിട്ട് ഉണ്ടായപ്പോഴാണ് ഒരു കുട്ടി ഉണ്ടായെന്നുള്ളത് അത് ബൈബിളിൽ വായിക്കാൻ കൊള്ളാം. അല്ലാതെ ഇപ്പൊ ഇന്നത്തെ പ്രാക്ടിക്കൽ കാലത്ത് അത് നടപ്പാക്കാൻ കൊള്ളുവോ? എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഒരു സ്ത്രീയും പുരുഷനും ഇണചേർന്ന് കഴിഞ്ഞാലാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും കൂടെ ഇണചേർന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നതെന്നിരിക്കെ അതുപോലും മതവൽക്കരിക്കാനായിട്ടുള്ള ഈ വഴി നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രയും പഠിച്ചു വളർന്ന ഈ സയൻസിൽ ഈ അലവലാദികൾ വന്നിട്ട് എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഓപ്പറേഷൻ നടക്കുന്ന തിയേറ്ററിൽ ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ദിവസത്തിൽ 10ഉം 15ഉം പ്രാവശ്യം കൈ കഴുകുമായിരുന്നു. അത്രയും ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും സയൻസ് പഠിച്ച ഇത്രയും കാലം 5 വർഷം പഠിച്ചിട്ട് ബാക്കി കൊല്ലങ്ങളൊക്കെ പൊക്കോട്ടെ, ഇത്രയും കാലം ഇവർ ഈ സയൻസിനെ കുറിച്ച് പഠിച്ചിട്ടും ഈ ഹൈജീനിക് ആയിട്ട് പെരുമാറണം, അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പം ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് കത്രികയായാലും മറ്റുള്ള ഉപകരണങ്ങളായാലും നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിന്റെ കീടാൻ മുഴുവനും ബാക്ടീരിയ വിമുക്തമാക്കിയിട്ടും പിന്നെ ഹൈജീനിക് ആയിട്ടുള്ള ഗ്ലൗസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പറയുന്ന ഈ പാറാട പോലെയുള്ള ഒരു സാധനം ഇട്ടുകൊണ്ട് വന്നാൽ, ഈ സംഗതി ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ ഫുൾ സ്ലീവ് പർദ്ദയും ഈ ഹിജാബും എല്ലാം കൂടി ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവര് എന്തോ എടുക്കാൻ അവിടെ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ ഈ ഹിജാബും ഈ പറയുന്ന സാധനം എല്ലാം വലിച്ചുകൂടി കയറ്റി ഇവർക്ക് മദ്രസയിലെങ്ങാൻ പോയിരുന്നാ പോരെ? ഇവരെന്തിനാണ് ഈ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഈ മറ്റുള്ള ജനങ്ങളെയും കൂടി കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ഈ പൊതുനിരത്തിലേക്ക്, പൊതു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങി വരുന്നത് എന്തിനാ? ഇവർക്ക് ഇവരുടെ ഹിജാബ് വേണം, ഇവർക്ക് ഇവരുടെ പർദ്ദ വേണമെന്നുണ്ടെങ്കിൽ ഇവർ പർദ്ദയും ഇട്ട് ഈ ചാക്കുകെട്ടിനുള്ളിൽ കയറിയിട്ട് ഇവർക്ക് ഇവരുടെ വീടിനകത്ത് ഇരുന്നാൽ പോരെ? അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ട് ഉസ്താദുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ പോരെ? ഏതെങ്കിലും ഉസ്താദുമാരുടെ കീഴിൽ MBBS പാസ്സായിട്ട് ഏതെങ്കിലും ഉസ്താദുമാരുടെ കീഴിൽ കയറി ഇരുന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് എന്ത് പിന്നെ പരിപാടിയാണെങ്കിൽ അവിടെ അരങ്ങേറ്റിയാൽ പോരെ? ഈ പറയുന്ന സംഗതികൾക്കൊക്കെ അവിടെ ഉസ്താദ് നന്നായിട്ട് മറുപടി കൊടുക്കുന്ന പിന്നെ സ്ഥലമാണല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും മതാചാരങ്ങളും മുഴുവനും വന്നിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു ഹോസ്പിറ്റലില് ഏത് ജാതിയാണോ, ഏത് മതമാണോ, ഏത് ജാതിക്കാരനാണോ, ഏത് മതക്കാരനാണോ വരുന്നതെന്നറിയാതെ എല്ലാവരുടെ നെഞ്ചത്തോട്ടും കയറാനായിട്ട് ഇവർക്ക് പർദ്ദ വേണം, ഇവർക്ക് മക്കന വേണം, അവർക്ക് ഹിജാബ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിന്റെ ചേതോവികാരം അത് എത്രത്തോളം വില കുറഞ്ഞ, എത്രത്തോളം തരം താണ, എത്രത്തോളം തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത ഒരു വർഗങ്ങൾക്കേ ഇത് പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സത്യമായിട്ടും. കാരണം ഒരു കോമൺ സെൻസ്, MBBS ഒന്നും പാസ്സാവണ്ട, ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യന് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ് പർദ്ദയും ഹിജാബും ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തുനിന്നല്ല. കാരണം നിന്റെ വീടിനകത്ത് നീ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പോലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഉപയോഗിക്കാനായിട്ട് അനുവദനീയമല്ല. കാരണം നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ നല്ല വൃത്തിയും വെടുപ്പുള്ള ഇത് ഹോസ്പിറ്റലാണെങ്കിലും അവരൊരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊന്നും അവരവിടെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല. അത്രയും പവർഫുൾ ആയിട്ട് അത്രയും വൃത്തിയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിൽ ഇവർക്ക് ഇവരുടേതായ വേഷം കെട്ടി നടക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വേഷം കെട്ടി കുടുംബത്തിരുന്നാ പോരെ? ഇവരെന്തിനാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതോ ഇനി ഇവര് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, അതായത് സമൂഹം, ഞാൻ ഈ ഒരു കാര്യത്തിൽ സമൂഹത്തിനെയാണ് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സമൂഹത്തിനെ കുറ്റം പറയാം. കാരണം സമൂഹത്തിന്, ഞാനടക്കമുള്ള സമൂഹത്തിനൊരു തോന്നലുണ്ട്, എന്ത് ഈ പറയുന്ന അയ്യോ അവര് ജാതി കൊണ്ട് എല്ലാവരും ഒരുമിക്കും, അവര് ഒന്നാവുമ്പോ ഒന്നാണ്, അവര് മുസ്ലിമാണ് ചേച്ചി, അവരൊന്നാവുമ്പോ ഒന്നാവും, അവര് മുസ്ലിമാണ് ചേച്ചി മിണ്ടിക്കഴിഞ്ഞാൽ കഴുത്ത് വെട്ടും, അവരൊന്നാണ് ചേച്ചി, അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ അവര് കൊന്നുകളയും, അവരൊന്നാണ് ചേച്ചി, അവരെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവര് മെക്കിട്ട് കയറും. അങ്ങനെ ഒരു ഭയം സമൂഹത്തിൽ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ, അവരങ്ങനെ ഒരു ഭയം സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭയം ആരാ ചെയ്തത്? ഈ വർഗം തന്നെയാണ്.
അല്ലേ? ഈ വർഗത്തില് എല്ലാവരും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഈ മുസ്ലിം ജാതിയിൽ തന്നെ ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് നല്ല സഹോദരങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു വിഭാഗം ചെയ്യുന്നതിന്റെ കറകൾ മുഴുവൻ വന്ന് വീഴുന്നത് മൊത്തം എല്ലാവരുടെ ദേഹത്തുമാണ്. അത് ഈ മറുവിഭാഗം ചിന്തിക്കണം. ഇവരെ രണ്ട് വിഭാഗത്തിലാക്കാന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിലെ ഒരു കൂട്ടക്കാര് അവർ ചെയ്യുന്ന ഈ വിളിച്ചു പറയുന്ന ഈ തോന്നിവാസങ്ങൾ മുഴുവനും മറുഭാഗത്തെ കൂടെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയണം. കാരണം നമ്മളുടെ മുൻപിൽ വന്ന ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ അവർ പാവമാണോ നല്ലവരാണോ എന്ന് നമുക്കറിയില്ല, അവരെന്താണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോ സത്യം പറഞ്ഞാല് ഭഗവാൻ സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ പറയുന്ന വർഗങ്ങളെ വഴിയിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്, വല്ലാത്തൊരു പേടി തോന്നുക, അറപ്പ് തോന്നുക. അതായത് പേടി കൊണ്ടുള്ള പേടിയല്ല, അറപ്പ് കൊണ്ടുള്ള പേടി, വെറുപ്പ് കൊണ്ടുള്ള പേടി. ഈ വെറുപ്പ് ആരാ ഉണ്ടാക്കി വെച്ചത്? എന്റെ മനസ്സിലടക്കം 54 വയസ്സായി ഈ ഭൂമിയിൽ ജനിച്ചിട്ട്. ഈ 54 വയസ്സിനുള്ളില് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് നാടുകളും ഒരുപാട് ജാതികളെയും ഒരുപാട് അനുഭവങ്ങളെയും കണ്ട ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നു, ഈ വർഗങ്ങളെ എനിക്ക് കാണുന്നതേ ഭയമാണ്. അത് പേടി കൊണ്ടുള്ള ഭയമല്ല, വെറുപ്പ് കൊണ്ടുള്ള ഭയമാണ്, അറപ്പ്. സത്യം ഞാൻ പറയുന്നതിന് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ആ അറപ്പ്, എന്റെ മനസ്സിലുള്ള അടപ്പ് പോലെ നിങ്ങളുടെ മനസ്സിലും ഓരോരുത്തരുടെ മനസ്സിലും ഈ വെറുപ്പുണ്ടാക്കി വെച്ചത് ആരാ? ഈ സമൂഹം തന്നെയാണ്. അതെങ്ങനെ? ഭയപ്പെടുത്തിയിട്ട്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ വർഗങ്ങൾ തന്നെ അവർ ചെയ്തു കൂട്ടുന്ന കുൽസിത പ്രവൃത്തികള്, അവർ ചെയ്തു കൂട്ടുന്ന ക്രൂരത, അവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങള്, അവരടിച്ചേൽപ്പിക്കുന്ന തോന്നിവാസങ്ങള്, ഇത് മുഴുവനും സമൂഹം അനുഭവിച്ച് സമൂഹത്തിലുള്ളവരുടെ മനസ്സിൽ വിഷമായി മാറിയത് ആര് കാരണമാണ്? ഇവര് കാരണം തന്നെയാണ്. ഇവര് തന്നെയാണ് അതിന്റെ കാരണക്കാര്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്, ഒരു മനുഷ്യന്റെ കൈവെട്ടുക എന്ന് പറയുന്ന ഒരു ശരീഅത്ത് നിയമം നടപ്പാക്കിയത് ആരാ? ഈ വർഗമാണ്. ഈ വർഗത്തിന്റെ കൂട്ടത്തിലുള്ള നിയമമാണ് ശരീഅത്ത് നിയമം. ഏത് ഭാഗം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ ഭാഗം ചെത്തിക്കളയുക. എന്നാൽ അത് ചെയ്തവർക്ക് ബാധകമാണോ? ഈ വർഗങ്ങൾക്ക് ബാധകമാക്കണ്ടേ? അപ്പൊ അത് ഞാൻ പറയണേ, ശരീഅത്ത് നിയമം ഇവിടെ നടപ്പാക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ആ ശരീഅത്ത് നിയമം അനുസരിച്ച് നിങ്ങളും ജീവിക്കണ്ടേ, നിങ്ങൾക്കും കിട്ടണ്ടേ? നിങ്ങളുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇവരുടെ ജാതികൾ താമസിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ശരീഅത്ത് നിയമമാണ്. അപ്പൊ ആ ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ആ ശരീഅത്ത് നിയമം ഇവർക്കും വേണ്ടേ? ഇപ്പം ഏറ്റവും കൂടുതൽ കഞ്ചാവിന്റെ കേസിലായാലും മയക്കുമരുന്നിന്റെ കേസിലായാലും സ്വർണ്ണക്കടത്തിന്റെ കേസിലായാലും, എന്റെ പൊന്നോ, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ചെയ്യുന്ന ഭാഗം ചെത്തിക്കളയുന്ന ശിക്ഷയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വിധിക്കുന്നതെങ്കിൽ ഇത്രയും സ്വർണം കടത്തുന്ന, ഈ സ്വർണ്ണമുട്ടയിടുന്ന ഈ വർഗങ്ങളെ ആ ഭാഗം ചെത്തിക്കളയാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ എന്തായിരിക്കും? ജസ്റ്റ് ഇമാജിൻ. സ്വർണം കടത്തുന്ന ഭാഗം ഏതാ? സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാനാണോ നീയാണോ മേലെ എന്ന് പറഞ്ഞിട്ട് കിലോ കണക്കിന് സ്വർണം കൊണ്ടുവച്ച് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, പൃഷ്ഠം. ഈ പൃഷ്ഠത്തിനകത്ത് കൊണ്ടുവരുന്ന സ്വർണം അവിടെ വെച്ചിട്ട് ആ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും രണ്ട് സംഗതികൾ സാധിക്കാൻ എവിടെ പോവും? അപ്പൊ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ശരീഅത്താണ് ഞങ്ങളുടെ നിയമം. ഫുൾ കോമഡിയാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ്. ഈ വർഗത്തിന്റെ എല്ലാ പ്രവൃത്തികളും ഫുൾ കോമഡിയാണ്. ഇതിനകത്ത് തലയ്ക്ക് വെളിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പറയുന്ന വർഗത്തിനകത്ത് തലയ്ക്ക് വെളിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ മറ നീക്കി പുറത്തു വരണം. ഈ മുസ്ലിം വിഭാഗത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഈ പറയുന്ന വർഗത്തിൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉണ്ടെങ്കിൽ അവര് മറ നീക്കി പുറത്തു വരണം. എന്തിനാണെന്നറിയോ? ഒരുപോലെ കടിച്ച ഉറുമ്പിനെയും കടിക്കാത്ത ഉറുമ്പിനെയും ഒരുമിച്ച് കൂട്ടിത്തിരിമ്പാണ് എല്ലാവരും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം വിളിച്ചു പറയുന്ന വർഗീയത കാരണം, ഒരു വിഭാഗം വിളിച്ചു പറയുന്ന മതവെറി കാരണം, മതവെറി അല്ലെങ്കിൽ മതം പൊട്ടല്, മതം തലയ്ക്ക് കയറിയിട്ട് മതം പൊട്ട്, ഇടയ്ക്കിടയ്ക്ക് മതം പൊട്ടാണ് ഈ വർഗങ്ങൾക്ക്. അപ്പൊ ഈ മതം തലയ്ക്ക് കയറിയിട്ട് മതം പൊട്ടുന്ന ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരും കൂടിയിട്ട് ക്രൂശിക്കപ്പെടുകയാണ്. ആ ക്രൂശിക്കപ്പെടൽ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വർഗത്തെ മറ്റുള്ളവർ ഇനിയെങ്കിലും, ഇപ്പോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഇനിയെങ്കിലും ഈ വർഗത്തെ മാറ്റി നിർത്തി മാറി നിൽക്കാൻ അങ്ങോട്ട് എന്ന് പറയേണ്ട അവസ്ഥ ഈ ലോകത്ത് വരുത്തുന്നത് ഇവർ തന്നെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്രാൻസില് മുസ്ലിങ്ങളെ അങ്ങേയറ്റം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നിരുന്ന രാജ്യമായിരുന്നു ഫ്രാൻസ്. ആ ഫ്രാൻസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? ഫ്രാൻസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പള്ളികളെല്ലാം അടച്ചുപൂട്ടി, അവിടുത്തെ പള്ളിയിലത്തെ ഈ പറയുന്ന ഉസ്താദുമാരെയും ഈ പറയുന്ന കർമ്മം ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിച്ചിറക്കി വിടുന്നു. അവർക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. അതായത് ഈ വർഗങ്ങൾക്ക് നമ്മളൊരു ഇടം കൊടുത്താൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ്. ഈ വർഗങ്ങൾക്ക് നമ്മളൊരു ഇടം കൊടുത്താൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ്. പിന്നെ നമ്മൾ പുറത്താണ്. അതായത്
ഈ എന്താ പറയാ, പണി കഴിഞ്ഞാൽ ആശാരി, വർക്ക് കഴിഞ്ഞാൽ ആശാരി പുറത്തുനിന്നോ, അങ്ങനെ എന്തോ ഒരു പഴമൊഴി പറയും എന്ന് പറഞ്ഞ പോലെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാണ്. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും ആയി കൊടുത്താൽ പിന്നെ ഇവർ ആ ഭാഗത്ത്, ഇപ്പൊ ചെറുതായിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് വന്നു, ആ സ്ഥലത്ത് വന്ന് വേറൊരാൾ അപ്പുറത്ത് വന്നു, അങ്ങനെ ഗ്രൂപ്പ് ആവുക. പിന്നെ അങ്ങോട്ട് ഗ്രൂപ്പ് ആവുക. ഗ്രൂപ്പായി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് തണ്ടും തടിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ആ സ്ഥലം കൊടുത്തോണ്ട് നെഞ്ചത്തോട്ട് കയറുകയാണ്. പറ്റുവാണെങ്കിൽ അവനങ്ങ് കൊല്ലും. അതാണ് ഈ വർഗം ചെയ്യുന്നൊരു പരിപാടി. ഇതൊരു ന്യായമാണോ? ഇതൊരു മര്യാദയാണോ? ഈ പറയുന്ന സമൂഹത്തിൽ ഞാൻ ഈ പറയുന്ന ഭയം എല്ലാവരുടെ മനസ്സിലും ഉള്ളതല്ലേ? ഞാൻ ഇല്ലാത്ത കാര്യമല്ലല്ലോ പറയുന്നേ. ഭയം സൃഷ്ടിച്ചെടുക്കുക. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അന്ന് ആലപ്പുഴയിൽ നടന്നു, എന്ത്, അരിയും കുന്തിരിക്കവും വാങ്ങി വെച്ചോ, അരിയും മലരും വാങ്ങി വെച്ചോ. കൂടെ മറക്കാതെ വേറൊരു കാര്യം കൂടി, കുന്തിരിക്കവും വാങ്ങി വെച്ചോ, മറക്കണ്ട. എത്ര വയസ്സായ കുട്ടിയെ പറഞ്ഞത്? 10 വയസ്സങ്ങാണ്ടേ ഉള്ളൂ അല്ലേ? ഈ 10 വയസ്സായ ഒരു കുട്ടി കഴുത്തിൽ കയറി വിളിച്ചു പറയുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ചിലപ്പോ ആ ചക്കൻ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. കാരണം ഈ വർഗ്ഗങ്ങളുടെ ഈ പാഞ്ഞാന്റെ കുഞ്ഞ് പറക്കും മേലെന്നാ പറയാ. പാഞ്ഞാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് ഇത്ര. പാഞ്ഞാൻ എന്ന് പറയുന്ന പക്ഷി പറന്നു പോകുമ്പോഴാണ് മുട്ടയിടുക. പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്ര പാഞ്ഞാൻ മുട്ടയിടുക. പാഞ്ഞാൻ മുട്ടയിട്ട് കഴിഞ്ഞാല് പാഞ്ഞാൻ പറന്നു പോകുന്നതിന്റെ മേലെ ഈ മുട്ട വിരിഞ്ഞിട്ട് ഈ കുഞ്ഞ് പാഞ്ഞാൻ ആ തള്ളപ്പക്ഷിയുടെ മേലെ പറക്കുന്നു. അങ്ങനെ പറയാ, പാഞ്ഞാന്റെ കുഞ്ഞ് പറക്കും മേലേന്ന് എന്ന് പറഞ്ഞ പോലെ ഇതുങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ ഗുണം കാണിക്കുന്നത്. അതാണ് ചെറുപ്പം തൊട്ടേ കിട്ടുന്നത്. ചെറുപ്പം തൊട്ടേ ജനിച്ചു വീഴുമ്പോ മതമാണ് കുത്തിക്കയറ്റുന്നത്. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഒരു അമ്മ പ്രസവിച്ചിട്ട് കയ്യിൽ കിട്ടിയ ചോരക്കുഞ്ഞിന്റെ ചെവിയില് ബാങ്കാണ് വിളിക്കുക ആദ്യം. നമ്മുടെ മലയാള നാട്ടില് ഇവരുടെ വിശ്വാസമാണത്. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. അതായിക്കോട്ടെ, അവിടുന്ന് തുടങ്ങുകയാണ്. അത് ഞാൻ പറഞ്ഞതാ. പ്രസവിച്ചിട്ട് പ്രസവം മുറിയുന്ന കുഞ്ഞിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ബാങ്കാണ് കുഞ്ഞിന്റെ ചെവിയില്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. പിന്നെ ബാക്കിയുള്ളത് ഉസ്താദുമാർ കൊടുക്കും. അങ്ങനെ ഉസ്താദുമാരായിട്ടും മറ്റുള്ളവരായിട്ടും രക്ഷിതാക്കളായിട്ടും ഈ പറയുന്ന കുഞ്ഞിന്റെ തലയ്ക്കകത്തോട്ട് കയറ്റി വെച്ച് മതം കയറ്റി വെച്ചിട്ട് അങ്ങനെ മതം തലയ്ക്ക് പിടിച്ച വർഗമാണ് പുറത്തു വന്നിട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇവന്മാര് വന്നിട്ട് ആകെ കൂടി ഇവർക്ക് ആകെ വിളമ്പാനുള്ളത് എന്താണ്? മതം മാത്രം വിളമ്പുക. ഇവര് മാത്രം ജീവിച്ചാൽ മതി. ലോജിക്കാണല്ലോ അല്ലേ? വളരെ മര്യാദയോട് കൂടിയിട്ടുള്ളൊരു വാക്കാണ്. എന്ത്? ഇവര് മാത്രം മതി ഈ ഭൂമിയില്, ബാക്കി ആരും വേണ്ട. ബാക്കിയുള്ളവരൊക്കെ കാഫിറുകളെ കണ്ട കൊല്ലണം. അവർക്കാണ് സ്വർഗം. കാഫിറുകൾ എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, കിതാബ് പറയുന്നതാണ്. കിതാബിൽ അങ്ങനെയാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും പഠിക്കാനും മതം പഠിക്കാനും എല്ലാത്തിനും വിശ്വാസങ്ങൾക്കും ഉണ്ടാക്കി വെച്ച കിതാബുകൾ ബൈബിളായാലും ഭഗവത്ഗീതയായാലും ഖുറാനായാലും നമ്മൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതേ അക്സെപ്റ്റ് ചെയ്യാവൂ അല്ലേ? നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കാവൂ. അല്ലാത്തത് നമ്മൾ മനസ്സിലാക്കരുത്. അല്ലാത്തത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇത് കിതാബ് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് കിതാബിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കിതാബിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഫിറുകളാണ്, അവരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന മനുഷ്യരെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ഇവര് മാത്രം മതി. എന്ത്? ഈ വർഗം മാത്രം മതി. ആ വർഗത്തിനെ ഓശാന പാടുന്നതും നേരെ അങ്ങോട്ട് വെളിച്ചായി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറി നടത്തുന്നത് എന്താണ്? മുസ്ലിം എന്ന കുട്ടിയെ കിടത്തി എണ്ണിട്ടൊഴിഞ്ഞ് മെഴുക്കിട്ട് കുളിപ്പിച്ച് അവനെ പിന്നെ പൂവിട്ട് പൂജിച്ച് അവന് വേണ്ടുന്നത് തിന്നാൻ കൊടുത്ത് അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റി അവന്റെ എല്ലിന്റെ ഉള്ളിൽ വറ്റുകുത്തുമ്പോ അവൻ പറയുന്നതാണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ത് വേണം? പർദ്ദയും കൂടെ വേണമെന്ന്. അതിന് ഇവിടുത്തെ ആദ്യം അടിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയാ. ഈ വർഗങ്ങളെ ഇങ്ങനെ വഷളാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാൻ തയ്യാറാ. ഈ പറയുന്ന വർഗങ്ങളെ താരാട്ടുപാടി മെഴുക്കിട്ട് കുളിപ്പിച്ച് താരാട്ടുപാടി ഇവരുടെ സർവമാന ഭാഗവും ഒഴിഞ്ഞുകൊടുത്ത് ഇവരുടെ സർവമാന ഭാഗവും ബാക്കി ചെയ്തു കൊടുത്ത പരിപാടി ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നില്ല, എനിക്ക് പച്ചത്തെറിയാണ് എൻ്റെ വായി വരുന്നത്. അതെല്ലാം ചെയ്തു കൊടുത്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ഓരോരുത്തരും വാദിച്ച് ഈ കുട്ടിയെ ഇങ്ങനെ കുളിപ്പിച്ച് അവസാനം ഏതൊരു കുട്ടിയായാലും ശരി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു കുട്ടിയായാലും ഓവറായിട്ട് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ കൊഞ്ചിച്ച് വഷളാക്കിയാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താവും? ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു കൊച്ചിനെ നമ്മൾ വല്ലാണ്ട് അറ്റൻഷൻ കൊടുത്ത്
ഒരു കൊച്ചിന് അറ്റൻഷൻ കൊടുത്ത് വല്ലാതെ അറ്റൻഷൻ കൊടുത്ത് ആ കുട്ടി പറയുന്നതെല്ലാം നമ്മൾ കൊടുത്തിട്ട് ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊഞ്ചിച്ച് ആ കുട്ടി അങ്ങ് വഷളായി കഴിഞ്ഞാൽ ആ സാധനം സ്പോയിലായി പോകും. അല്ലേ? അപ്പൊ ആ കൊഞ്ചിക്കലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാറി മാറി ഈ വർഗങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? വോട്ട് ബാങ്ക്. ഒരു 5 കൊല്ലം കൂടുമ്പോ കിട്ടുന്ന ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഈ വർഗങ്ങളെ ഇങ്ങനെ സർവമാനം ഒഴിഞ്ഞു കുളിപ്പിച്ചിട്ട് അവരെ പിന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ പരിപോഷിപ്പിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൊടുക്കേണ്ട ഇതൊരു എന്താ പറയാ, അവരൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെന്ന് കരുതിയിട്ട് അവർ പഠിച്ച് അവരുടെ ജാതിയിൽ നിന്ന് അവർ പഠിച്ചു കയറി വരാനും അവരും സമൂഹത്തിൽ എല്ലാവരെ പോലെ തന്നെ ഒപ്പം നിൽക്കാനും സർക്കാർ അവരെ സഹായിക്കുമ്പോൾ ആ സഹായം അവർക്ക് എല്ലിൻ്റെ ഉള്ളിൽ വറ്റായിട്ട് മാറിയിട്ട് വറ്റു കുത്തുകയാണ്. അത് അങ്ങനെ ഒരു സഹായമായിട്ടല്ല, ഞങ്ങൾ പ്രധാനപ്പെട്ട വർഗങ്ങളാ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സർക്കാർ അടക്കം ഇത്രയും ഇളവ് തന്ന് ഞങ്ങളെ തീറ്റിപ്പോറ്റി കൊണ്ടുവരുന്നെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലേ? അതല്ലെങ്കിൽ പിന്നെ അവർക്ക് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ന്യൂനപക്ഷം എന്നല്ലേ പറയുന്നത്. അപ്പൊ ന്യൂനപക്ഷങ്ങള് നമുക്കൊപ്പം തന്നെ അവരും കയറി വരട്ടെ, സമൂഹത്തിൽ എല്ലാവർക്കും ഒപ്പം അവരും നിവർന്നു നിൽക്കട്ടെ, അവരും പഠിക്കട്ടെ, അവരും പഠിച്ചു വളരട്ടെ എന്നൊക്കെ കരുതിയിട്ട് സർക്കാർ വരെ കൊടുക്കുന്ന ഏത് കാര്യങ്ങളും മിസ്യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന സംഗതികളൊക്കെ അവരുടെ കയ്യിൽ പണമില്ല എന്ന് ആരാ പറഞ്ഞത്? ഇന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ്. സർക്കാരിന് എന്ത് മണ്ടത്തരാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. സർക്കാരിന് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കാരണം സർക്കാർ ഇപ്പോഴും പണ്ടത്തെ 1947 സർക്കാർ ജീവിക്കുന്നേ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലത്താണ് നമ്മുടെ സർക്കാർ ജീവിക്കുന്നത്. അവിടെ നിന്ന് ഒരടി മുന്നോട്ടോ പിന്നോട്ടോ പോയിട്ടില്ല. കാരണം ഇവരെ തൊടാൻ പാടില്ലല്ലോ. ഇവര് പ്രത്യേക വർഗല്ലേ, ഇവരൊരു പ്രത്യേക വർഗമാണ്. അത്രയും അറ്റൻഷൻ കൊടുത്തിട്ട് ഇവരെ ഇതുവരെ കൊണ്ടുവന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് പിന്നെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു. പിന്നെ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഈ പറയുന്നവരുടെ ഈ സ്വഭാവങ്ങൾ മുഴുവനും ചെയ്തു വെച്ചത് നമ്മുടെ ഈ കൂട്ടത്തിലെ രാഷ്ട്രീയക്കാരാണ്. ബാക്കി സമൂഹം പേടിച്ച് സമൂഹം ഇങ്ങനെയായി. ഈ പറയുന്ന വർഗം വല്ലാണ്ട് അങ്ങ് കയറി. അപ്പൊ ഏതൊരു കുട്ടിയാണെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് കൊടുത്തില്ല, അതുകൊണ്ട് അതങ്ങ് വഷളായി. ഒത്തിരി പ്രാവശ്യം ഏത് കുട്ടികളായാലും കുറുമ്പ് കാണിക്കുമ്പോൾ 1 പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും, 3 പ്രാവശ്യം പറയും, 4ാമത് അങ്ങോട്ട് പൊട്ടും. നല്ലത് ഇല്ലേ? നമ്മുടെ കുടുംബത്തൊക്കെ ഉള്ള കാര്യമാണ്. ഞാനൊരു പഴയ രക്ഷിതാവാണ്. എൻ്റെ സ്വഭാവം അതാണ്. മര്യാദയുടെ ഭാഷയ്ക്ക് ഉണ്ട്. 1, 2, 3 പ്രാവശ്യമൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ അങ്ങോട്ട് ലംഘിക്കുമ്പോൾ ഏത് പിന്നെ പൊന്നോമന മോനായാലും ശരി കിട്ടും, 2 എണ്ണം കിട്ടും. അപ്പൊ എന്തായി? പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. ആ കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഈ വർഗങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അഴിച്ചുവിട്ട് ഇപ്പൊ എന്ത് വന്നു? ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങളൊരു പ്രത്യേക വർഗമാണ്, ഞങ്ങൾക്ക് നടുറോട്ടിൽ പായ വിരിക്കണം, ഞങ്ങൾക്ക് നടുറോട്ടിൽ അങ്ങനെ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ 100 കണ്ടീഷൻസ് ഇതിനി കൂടിക്കൊണ്ടിരിക്കും. ഈ കണ്ടീഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരാണ് ഇതിന്റെ പുറകിലുള്ള പിന്നെ എന്താ പറയാ ഡയറക്ടർ എന്നുള്ളത് മനസ്സിലാവണില്ല. ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ ഈ എരികേറ്റ് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി വിടുന്നത് ആരാന്നറിയില്ല. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? ഞാൻ മാന്യമായിട്ടുള്ളൊരു കാര്യം ചോദിക്കുന്നത്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഏത് ഓപ്പറേഷൻ തിയേറ്ററിലും നമുക്ക് ആദ്യം തന്നെ ഒരു ഗണപതി ഹോമം കൂടെ നടത്തുക. ഏറ്റവും കഴിവുള്ള ഒരു തിരുമേനിയോട് കൊണ്ടുവരിക. അപ്പൊ തിരുമേനിയോട് കൊണ്ടുവന്നിട്ട് ഗണപതി ഹോമം അങ്ങോട്ട് നടത്തുക. ഒരു രോഗി വയ്യാണ്ടായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്നിട്ട് അത്യാസന്ന നിലയിൽ ഇപ്പം മരിക്കുന്നുള്ള അവസ്ഥയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നല്ല ഹോമം നന്നായിട്ട് ഹോമിക്കാൻ മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ഭഗവത് സേവി 3 എണ്ണം കൂടെ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുക. രോഗിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോഴതിന് മുമ്പേ ഞാനിത് വെറുതെ പറയില്ല, കാര്യമായിട്ടാണ് ചിന്തിക്കേണ്ട വിഷയമാണെന്നേ. നിങ്ങൾക്ക് എന്താ എല്ലാവർക്കും അത് പറയുമ്പോൾ ഒരു ചിരി? അങ്ങനെ ചിരിച്ചു തള്ളേണ്ട കാര്യമാണോ ഞാൻ പറഞ്ഞത് വാസ്തവല്ലേ? നിങ്ങളൊന്നും അങ്ങോട്ട് ചിന്തിക്കുക. ഒരു രോഗി വയ്യാണ്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ അവർക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഈശ്വരനെ വിളിക്കുക അല്ലേ? അപ്പൊ ആ ഈശ്വരനെ അങ്ങോട്ട് വിളിക്കാനായിട്ട് നമ്മൾ എന്താ വേണ്ടത്? ഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക, സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, തിരുമേനിയെ കൊണ്ടുവരിക, അവിടെ കൊണ്ടിരുത്തുക, സേവ ഇങ്ങോട്ട് തുടങ്ങുക. അപ്പൊ ആദ്യം ഗണപതി ഹോമം, പിന്നെ മൃത്യുഞ്ജയ ഹോമം എന്തിനാണെന്നറിയോ? ആയുസിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. ഈ മരിക്കുന്ന ടേബിളിൽ കിടക്കുന്ന ആള് മരിച്ചാലോ, ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരിച്ചാലോ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് ഗംഭീര ആയുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് ഒരു മൃത്യുഞ്ജയ ഹോമം കൂടി അങ്ങോട്ട് ആവുക. അപ്പൊ മൃത്യുഞ്ജയ ഹോമം കൂടി ആയിക്കഴിഞ്ഞാൽ മുഴുവനാവില്ല. വേറെ എന്ത് വേണം?
ഭഗവത് സേവയും കൂടി നടത്തണം. അപ്പൊ വൈകിട്ടേ ഭഗവത് സേവ നടക്കുള്ളൂ കേട്ടോ. അപ്പൊ ഭഗവത് സേവ നടത്തി, മൃത്യുഞ്ജയ ഹോമം നടത്തി, ഗണപതി ഹോമൊക്കെ നടത്തിയിട്ട് വരുമ്പോ എന്തായി, പിന്നെ 16 സദ്യ വിളമ്പാറാവും. ആര്? ടേബിളിൽ കിടക്കുന്ന ആള്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്താ ആയിക്കൂടെ? അപ്പൊ അപ്പതേ വേറൊരു കൂട്ടർ വരുന്നു. അവര് പറയാണ് ഞങ്ങൾക്ക് അച്ഛനെ കൊണ്ടുവരണം, വെഞ്ചിരിക്കണം. അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് പിന്നെ എന്തൊക്കെയോ ചെയ്യാന്ന് എനിക്ക് അവരുടെ കർമ്മങ്ങൾ എനിക്കറിയില്ല. അപ്പൊ ക്രിസ്ത്യാനികൾക്കും ഉണ്ട് അവരുടേതായ പറയാനായിട്ട്. അപ്പൊ ക്രിസ്ത്യാനികളും അച്ചായമാരും എല്ലാവരും കൂടി വന്നിട്ട് അവര് പറയാണ്, ഹേയ് ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കന്യാസ്ത്രീ വസ്ത്രം വേണം, പള്ളിയിലച്ഛന്റെ ലോഹ വേണം. എന്തേ പറ്റുമോ? അതും അംഗീകരിക്കണ്ടേ? അവരൊരു വർഗല്ലേ. അതെന്താപ്പ നിങ്ങൾക്ക് മാത്രം ഇത്ര വലിയ പ്രത്യേകത? അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ ഒരുപോലെ ഒരേ സ്വരത്തിൽ ജീവിക്കുന്ന ഒരു നാടല്ലേ. കുറേ ജാതിക്കാര് ഒരേ സ്വരത്തില് ഒരുപോലെ ജീവിക്കുന്ന ഒരു നാടല്ലേ. അവിടെ ഒരു കൂട്ടർക്ക് മാത്രം എന്താ പ്രത്യേകത? അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പൊ അത് വെറുകൂറായില്ലേ? അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഈ വർഗങ്ങള്? ഈ പറയുന്ന ആൾക്കാരെ ഇപ്പൊ ഒരു എയർപോർട്ടിൽ ഞാനിപ്പോ ഒരു 10-17 വർഷമായിട്ട് ഈ പറയുന്ന എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറേ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. ഈ പറയുന്ന രാജ്യത്ത് എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ പേര് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ആരും കാര്യമായിട്ട് തപ്പാറുമില്ല, തിരയാറുമില്ല, പരിശോധിക്കാറുമില്ല. പക്ഷേ എനിക്ക് പകരം ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എൻ്റെ പിന്നിൽ ഷാരൂഖ് ഖാൻ വന്നോട്ടെ, അമീർ ഖാൻ വന്നോട്ടെ, വേറെ ഏത് ഖാൻമാരെ വന്നോട്ടെ, ഏത് VIP വന്നോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, ഹോളിവുഡ് ആയിക്കോട്ടെ, ഏത് വുഡാണെങ്കിലും വേണ്ടില്ല, അവിടെ പേരിന്റെ കൂടെ ഈ വർഗങ്ങളുടെ പേരാണെന്ന് കണ്ടാൽ അവരെ ആപാത ചൂടം പരിശോധിക്കും. എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാ? ഈ വർഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടും എവിടെയും ചെല്ലുമ്പോ ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഈ പറയുന്ന ചെക്കിങ്ങും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം? ഇവർ ചിന്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവര് ലോകത്തിന്റെ മുമ്പിൽ വെറുക്കപ്പെട്ട വർഗമായത്? ഇവർ ചിന്തിക്കുന്നുണ്ടോ? ഇവരുടെ മതപുസ്തകമൊക്കെ ഉണ്ട്. എല്ലാവർക്കും മതമുണ്ട്, എല്ലാവർക്കും ഈശ്വരനുണ്ട്, എല്ലാവരും മതത്തെ പൂജിക്കുന്നുണ്ട്, എല്ലാവരും മതാചാരം അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ പട്ടിണിയാണെന്ന് കരുതിയിട്ട് ആരെങ്കിലും പട്ടിക്കുട്ടി ചുട്ടു തിന്നാറുണ്ടോ? ഇല്ലല്ലോ. പട്ടിണിയാണ്, വിശപ്പ് സഹിക്കാൻ വയ്യ, പക്ഷെ പട്ടിക്കുട്ടിയെ ചുട്ടു തിന്നിട്ടൊന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ മതം വേണം, മതം പഠിക്കണം, മതത്തിന്റെ പുറകെയൊക്കെ പോകണം, മതാചാരം വേണം, ഈശ്വരവിശ്വാസം വേണം. പക്ഷേ മതം തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഈ മതം തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മദ്രസയിലോ നിങ്ങളുടെ പള്ളിക്കകത്തോ കുത്തിരിക്കേണ്ടി വരും. പുറത്തോട്ട് പിന്നെ വരേണ്ടി വരില്ല. അല്ലെങ്കിൽ പിന്നെ വിഭജിച്ചു കൊടുത്തൊരു വർഗമുണ്ട്, വിഭജിച്ചു കൊടുത്തൊരു നാടുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയെ വെട്ടിമുറിച്ച് വെട്ടിക്കീറി ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്ന് ഇൻക്ലാബ് വിളിച്ചിട്ട്, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇൻക്ലാബ് വിളിച്ചിട്ട് ഇവിടുന്ന് പോയൊരു വർഗമുണ്ട്. ആ വർഗമാണ് പാകിസ്ഥാനില്. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ, പെട്ടി പാക്ക് ചെയ്തോ, വിട്ടോ പാകിസ്ഥാനിലോട്ട്. ഞമ്മന്റെ മതം വേണം, ഞമ്മന്റെ മതം മാത്രമേ പാടുള്ളൂ, ഞമ്മന്റെ മാത്രം മാത്രമേ ശരിയുള്ളൂ, ഞമ്മന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർക്കുള്ളതാണ് പാകിസ്ഥാൻ. ഞങ്ങൾ ബഹുസ്വരത്തിൽ ജീവിക്കുന്നവരാ. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവിടെ ഉള്ള എല്ലാ ആൾക്കാരുടെ ചടങ്ങുകളും നടത്തിയിട്ട് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി. അതെന്താ പറ്റില്ലേ? എന്തായാലും മതത്തിൽ ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഡോക്ടർമാരൊക്കെ കാവി ഷോളണിഞ്ഞും കാവി ഉടുപ്പിട്ടിട്ടും സന്യാസി വര്യന്മാരും എല്ലാവരും വരട്ടെ. മറ്റേ ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ പള്ളിയിലച്ഛൻ്റെ ലോഹിട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ മതപരമായ ചടങ്ങുകളോ അല്ല വേഷങ്ങളോ ഒക്കെ ഇട്ടിട്ട് അവർ വരട്ടെ. മുസ്ലിങ്ങൾ പർദ്ദയിട്ട് വരട്ടെ. അല്ലേ? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ടോ? നാണമുണ്ടോ വർഗങ്ങളെ? നാണമുണ്ടോ? നിങ്ങൾ ചെയ്തു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ഒരു വിഭാഗക്കാർ മാത്രം പറഞ്ഞു കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് അപഹാസ്യരായി നാണം കെട്ടു പോകുന്നത് ഇവിടുത്തെ നല്ല മുസ്ലിങ്ങളും കൂടിയല്ലേ. ഈ നല്ല മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാത്തേ? എന്റെ ചോദ്യം അതാ. ഇവന്മാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കിടന്ന് ഈ അനാവശ്യങ്ങൾ പറയുമ്പോൾ ഈ നല്ല മുസ്ലിങ്ങൾ, ഇതൊന്നും അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇവര് ഇത്രയും പരിഷ്കരിച്ച കാലമായിട്ടും ഇവർ എന്തുകൊണ്ടാണ് എതിരെ പ്രതികരിക്കാത്തത്? എനിക്ക് മനസ്സിലാവണില്ല. എന്നാണ് ഈ വർഗങ്ങൾക്ക് നേരം വെളുക്കുന്നത്? അതും അറിയില്ല. ഇനി ഇവരൊക്കെ ഓരോരോ കാര്യങ്ങളിലും പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ VK ബൈജുവിനെ അറസ്റ്റ് ചെയ്തു.
എന്തിനാ അറസ്റ്റ് ചെയ്തത്? വർഗീയത പരത്തി. ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പച്ചയ്ക്ക് പറയുന്ന വീഡിയോസ് വേണോ നിങ്ങൾക്ക്? എത്ര എണ്ണം വേണം? ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷിക്കരുത് പച്ചയ്ക്ക് പറയാണ്. ഈ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, എന്നാലും പറയാണ്, അമ്പലത്തിലേക്ക് പിരിവ് കൊടുക്കരുത്. അമ്പലത്തിലേക്ക് പിരിവ് കൊടുക്കുന്നതും പൂരങ്ങൾ കാണുന്നതും വേലയ്ക്ക് പോകുന്നതും വേശ്യാലയത്തിൽ പോകുന്നതിന് ശരിയാണ്, ഒപ്പമാണ്, സമമാണ്. ചെയ്യരുത്. ഒരു അമ്പലത്തിലെ ഒരു വിശ്വാസി കൊണ്ട് നടക്കുന്ന അവന്റെ അമ്പലത്തില് അവന്റെ പൂജയോ പൂരമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവന് അർഹതപ്പെട്ട കാര്യങ്ങൾ അവൻ ആഘോഷിച്ചോട്ടെ. നീ പോയില്ലെങ്കിൽ വേണ്ട, നീ ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ട, അധിക്ഷേപിക്കായിരുന്നൂടെ? ഈ അധിക്ഷേപിക്കാനുള്ള ധൈര്യം അവൻ എവിടുന്നാ കിട്ടിയത്? നമ്മുടെ സർക്കാരാ കൊടുത്തത്. ഒരു ഹിന്ദുവായ ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ട് രാഖി രാമാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇന്നും ജാമ്യം കൊടുക്കാതെ അയാളെ റിമാൻഡ് ചെയ്തിട്ട് അയാളെ ജയിലിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ബാലുശ്ശേരി വാല് മുളച്ച് ഇപ്പോഴും ഇവിടെ കറങ്ങി നടപ്പുണ്ട് നമ്മുടെ കൂട്ടത്തില്, അല്ലേ? ഇത് അന്യായമാണോ ന്യായമാണോ? ഒരുപാട് പേര് ബസ്സിൽ ബോംബ് വെച്ചിട്ട് ഒരുപാട് പേരെ കൊന്നതാണ് ആര്? മദനി. ആ മദനീനെ പെരുന്നാൾ ഉണ്ണാനായിട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് നാട്ടിലോട്ട്. കുറേ പണ്ടാരശവം കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് കെട്ടി വലിച്ചു കൊണ്ടുവന്നിട്ട് ആ സാധനത്തിന് തീറ്റിപ്പൊറ്റിക്കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് നടക്കുന്നത്. മദനി വന്നപ്പോഴേക്കും ദേഹാസ്വസ്ഥ്യം, അയ്യോ പിടിച്ചോ, വിളിച്ചോ ആംബുലൻസ്, ഓടിക്കോ. ഇനിയും എവിടേക്കാണാവോ ഇതിന് കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്നത്? അറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാര്, നമ്മുടെ മന്ത്രി, ഗണേശ് മന്ത്രി അടക്കം കുറേ പേര് അഹോരാത്രം പാടുപെട്ടിട്ടാണ്, കുറേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അഹോരാത്രം പാടുപെട്ടിട്ടാണ് മദനീനെ കെട്ടി വലിച്ചുകൊണ്ട് വന്നത്. ഇവര് പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വയസ്സായില്ലേ, അയാളെ ഇനിയും ശിക്ഷിക്കണോ? അപ്പൊ പിന്നെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ തുറന്നു വിടപ്പാ. അതെന്താ? എല്ലാവർക്കും വയസ്സായില്ലേ? ജീവപര്യന്തം കിട്ടിയിട്ടും 5 കൊല്ലം 6 കൊല്ലം 10 കൊല്ലമൊക്കെ ശിക്ഷ അനുഭവിച്ചിട്ട് കിടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ ജയിലില്? അതൊക്കെ തുറന്നു വിട്. അതെന്താ ഈ വർഗത്തിന് മാത്രം, അതിനോട് മാത്രം നിങ്ങൾക്ക് എന്താ ഇത്രയും സഹതാപം വരുന്നത്? അതെങ്ങനെയാ? ബാക്കിയുള്ളവരോട് എന്തുകൊണ്ട് തോന്നാത്തെ? എന്റെ ചോദ്യം ജനുവിനല്ലേ? ഇത് ഈ സമൂഹത്തിൽ നടക്കുന്നതാ. ആ ഒരു തരത്തിലും മനസ്സാ വാച കർമ്മണ തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഈ വർഗങ്ങൾ കൊന്നൊടുക്കുന്നത്. ഒരു തരത്തിലും ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ മനുഷ്യരെയാണ് ഇവർ കൊന്നൊടുക്കുന്നത്. എന്തിന്റെ പേരില? മതത്തിന്റെ പേരില്. കൊന്നൊടുക്കിയാലും അവന് പിന്നെയും സ്ഥാനം എവിടെയാ? അങ്ങ് രായാവിന്റെ സ്ഥാനമാണ്. 50 പേരെ കൊന്നാലും രായാവാണ്, 100 പേരെ കൊന്നാലും രായാവാണ്. രായാവിന്റെ സ്ഥാനമാണ്. പിന്നെ ഇന്നിപ്പോ മദനിക്ക് വേണ്ടി ജയ് വിളിക്കുന്നു. കാരണം മദനി മറ്റേ ട്രോഫി എന്താ പറയാ, ലോക ഫുട്ബോൾ ഇത് ജയിച്ചു വന്നേക്കല്ലേ മദനി? ലോക ഫുട്ബോൾ കളിച്ച് ജയിച്ചു വന്നതാ മദനി. മദനിക്ക് ജയ് വിളിക്കണം. മദനിക്ക് ജയ് വിളിക്കാണ്ട് പറ്റില്ല. ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തെ അവസ്ഥയൊന്ന് ചിന്തിക്കടോ. നിന്റെ കുടുംബത്തെ ഒരെണ്ണം പോകുമ്പോഴല്ലേ നിനക്കറിയുള്ളൂ. ഇന്നും ഈ മദനിയുടെ ബോംബ് കേസിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങളുണ്ടല്ലോ, 19 കുടുംബങ്ങളുണ്ടല്ലോ. ആ കുടുംബത്തെ നഷ്ടപ്പെട്ടവര് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവന്റെ മതം പറഞ്ഞിട്ടുള്ള ഭ്രാന്തായതല്ലേ? മതം പറഞ്ഞ് ഭ്രാന്തായതല്ലേ? എന്നിട്ടും മദനി നല്ലതാ. കാരണം മദനിയെ പണിക്ക് കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്. മദനിനെ ഒഴിഞ്ഞാലേ ആപാത ചൂട് മദനിനെ ഇങ്ങനെ ഒഴിഞ്ഞോണ്ടിരുന്നാലാണ് മദനി കടാക്ഷിക്കുള്ളൂ. മദനി കടാക്ഷിച്ചാലും മദനിയെ ഒഴിഞ്ഞാലും അതിന്റെ അപ്പുറത്തുള്ള ആൾക്കാരെ ഒഴിഞ്ഞാലും ഒന്നും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇവര് ചതിക്കും. കാരണം ഇവർക്ക് ബാക്കി കാണുന്നതൊക്കെ കാഫിറുകളാ. ഇവിടെ കോൺഗ്രസിന്റെ കുറെ ഇണ്ണാമന്മാരായാലും BJPയുടെ മറ്റുള്ളവരായാലും മാർക്സിസ്റ്റിന്റെ ആൾക്കാരായാലും ഇവർ കാണുന്ന മുഖത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, കാഫിർ. അവന്റെ വർഗത്തിലല്ലാത്ത വർഗങ്ങൾക്ക് അവർ വിളിക്കുന്ന ഒരൊറ്റ പേരുള്ളൂ, കാഫിർ. നീ കാഫിറാണെങ്കിൽ നീ കൊല്ലപ്പെടേണ്ടവരാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കുഴപ്പമില്ല. പകല് മാത്രമേ പച്ചയുള്ളൂ, പകല് മാത്രമേ ചുവപ്പുള്ളൂ. സോറി, രാത്രിയാവുമ്പോ പച്ചയാവും. അപ്പോ ഈ പറയുന്ന വർഗങ്ങളെ മുഴുവനും ഇതുപോലെ ആക്കിയതും ഇതുപോലെ എന്താ പറയാ കൊഞ്ചിച്ച് ഒരു കൊച്ചിനെ വഷളാക്കുന്ന പോലെ വഷളാക്കി വെച്ചതും ഇതേ കോലത്തിലാക്കിയതും ആരാ? ഈ സമൂഹം തന്നെയാ, നമ്മൾ തന്നെയാ. പല രാജ്യക്കാരും മാറാൻ തുടങ്ങി. ഫ്രാൻസ് എല്ലാം മാറി, സ്വീഡൻ എല്ലാം മാറി. സ്വീഡനൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് താരാട്ട് പാടിക്കൊണ്ട് നടന്നിരുന്ന ആൾക്കാരായിരുന്നു ഇവര്. ഇപ്പൊ അവിടെ എന്താണ് ഇവരുടെ അവസ്ഥ?
കേരളത്തിന് പക്ഷെ ഇന്നും നേരം വെളുത്തിട്ടില്ല. കേരളത്തിന് ഇന്നും നേരം വെളുത്തിട്ടില്ല. ഏത് സ്ഥലത്ത് ചെന്നാലും ശരി, ഇപ്പൊ ഈ പറയുന്ന ഈ മീഡിയ വൺ ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും അബ്ദുള്ള ആയാലും ഏത് പിന്നെ ആൾക്കാർ ഈ പറയുന്ന മുസ്ലിം വർഗത്തിലുള്ള ഏതവന്മാര് പറഞ്ഞാലും ഇവർ പറയുന്നൊരു വാക്കുണ്ട്, എന്ത്? ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ. ലോകം മുഴുവനും ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയയാണോ? അല്ല. പിന്നെന്താണ്? ഇവര് ഏത് നാട്ടിൽ ചെന്നാലും പറയുന്നതാണ് ഇസ്ലാമോഫോബിയാണ് ആൾക്ക്. പക്ഷെ അല്ല, ഇസ്ലാമിനെ ജനങ്ങൾക്ക് പേടിയാണ്, ഭയമാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന സ്വഭാവമാണ്. ഞങ്ങളങ്ങ് ഭയപ്പെടുത്തും, അപ്പൊ ജീവനിൽ കൊതിയുള്ളവരൊക്കെ പേടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കാര്യം നേടുന്നത്, ഭയപ്പെടുത്തിയിട്ട്. നേരെ വഴിക്കൊന്നുമില്ല. ലവ് ജിഹാദ് ഉണ്ടായി ഇവിടെ. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പം കുറേ ആൾക്കാർ പറഞ്ഞു, അയ്യോ മതത്തിന് കോട്ടം തട്ടി, വർഗീയത പറഞ്ഞു. ആരാ വർഗീയത പറയുന്നേ? അനുഭവം കൊണ്ടാണ്. എന്റെ വീട്ടിൽ നടക്കുമ്പോഴേ എനിക്ക് അതിന്റെ ചൂടറിയുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ചൂടറിയുള്ളൂ. അല്ലാണ്ട് അപ്പുറത്തുള്ളവന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ട് നമുക്കറിയില്ല. ഇന്നത്തെ അങ്ങനത്തെ മനുഷ്യരില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ ഏത് പാർട്ടി ആയാലും, ഞാൻ ഏത് വർഗമായാലും, ഞാൻ ഏത് മതമായാലും എന്റെ വീട്ടിൽ സംഭവിച്ചാൽ തനിക്ക് ചുട്ടാൽ കുട്ടിയിട്ടിരിക്കും. അപ്പോ എല്ലാവർക്കും ചൂടാവും. അപ്പൊ അവൻ പറയും ലവ് ജിഹാദ് ഉണ്ട്. അതെപ്പോഴാ? അടി വരുന്നുണ്ടെന്ന് നമ്മൾ പറയും. അറിവുള്ളവര്, നമുക്ക് മുന്നേ നടന്നവര് അടി വരുന്നുണ്ട്, നിങ്ങൾ തടുത്തോ എന്ന് പറയുമ്പോ അത് തടുക്കാനുള്ള ബോധമില്ലാതെ അടി കിട്ടിക്കഴിഞ്ഞിട്ട് മോങ്ങാനാണ് നമ്മൾ വിധിക്കപ്പെട്ടത്. ആ അടി കിട്ടി മോങ്ങുന്നതാണ് ഈ പറയുന്ന സംഗതികളൊക്കെ. ഇപ്പോഴും നടക്കുന്നു ഇഷ്ടപ്രകാരം. പറയുമ്പോ വർഗീയതയാണ്. പറയാൻ പാടില്ല. ചെയ്യാം ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ഈ യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുങ്ങൾ ഛർദിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എന്താ പറയാ ഛർദികള്, ഈ വർഗീയത വിളമ്പുന്ന ഛർദികള് ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നാളെ ആരുടെയൊന്നും പേര് ഓർക്കുന്നില്ല, ഈ വി കെ ബൈജു വർഗീയത പറയാത്രേ. അപ്പൊ ഇവന്റെ വർഗ്ഗക്കാർ പറയുന്ന വർഗീയത ഒന്നും ഇവൻ കേൾക്കുന്നില്ല, അത് കേൾക്കാൻ ചെവിയില്ല. ഇവന്റെ വർഗ്ഗക്കാർ പറയുന്ന വർഗീയത കേൾക്കാൻ ഇവന് ചെവിയില്ല. കാരണം അത് കറക്റ്റാണ്. ഞമ്മന്റെ മതം മാത്രമേ ഉള്ളൂ, ഞമ്മന്റെ മതം മാത്രമാണ് കറക്റ്റ്. ബാക്കിയുള്ളവരാരും ഇവിടെ ജീവിക്കണ്ടല്ലോ, അതല്ലേ? അപ്പൊ ഇനി വേണമെങ്കിൽ മതം മാറിയിട്ട് ഇവിടെ കിടന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വർഗ്ഗക്കാര് മുഴുവനും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർ പറയുന്ന പോലെ നടന്നാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? എങ്ങനെയാ ജീവിക്കേണ്ടത്? അത് ഇവർ ചിന്തിക്കുന്നുണ്ടോ? എത്ര സെൽഫിഷാണ് ഇവരൊക്കെ, എത്രത്തോളം സെൽഫിഷാണെന്നാണ് ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ തന്നെ ഭയമാണ്. ഇപ്പൊ ഒരു ബസ്സിൽ കയറിയാലോ പബ്ലിക് ഇടങ്ങളിലോ പോയി കഴിഞ്ഞാല് ഈ വേഷം കെട്ടിയിട്ട്, പണ്ടൊക്കെ ഈ വേഷങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടില്? ഈ വേഷം കെട്ടിയിട്ട് ഓരോരോ പിന്നെ കുരിപ്പുകൾ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് മനസ്സിൽ. കാരണം ഇതിനകത്ത് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? കണ്ടു മാത്രമേ വെളിയിലുണ്ടാവുള്ളൂ. ഏത് ആണിനും വേഷം കെട്ടാം, ഏത് പെണ്ണിനും വേഷം കെട്ടാം. അതിനകത്ത് ആരാണെന്ന് ആർക്കും അറിയില്ല. അറിയാവോ? ഞാൻ മാന്യമായിട്ടൊരു ഡ്രസ്സ് ചെയ്തിട്ട് നടന്നാൽ എന്നെ മനസ്സിലാവുമ്പോൾ ഞാൻ ഇന്ന ആളാണ് എന്ന് എവിടെ ചെന്നാലും എന്നെ തിരിച്ചറിയാം. പക്ഷേ ഈ വർഗ്ഗങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? ഇത് ഓരോ ദിവസം, പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഈ പറയുന്ന തട്ടമിട്ട ആൾക്കാരുണ്ടായിരുന്നു, ഈ പറയുന്ന മുസ്ലിംസിന്റെ വേഷങ്ങൾ കെട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് തന്നിട്ടുള്ളത്. നൊസ്റ്റാൾജിയ. കാരണം കാത് മുഴുവനും കുത്തിയിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ കമ്മലിട്ട ഉമ്മമാര്, വലിയ കുണുക്കിട്ട ഉമ്മമാര്, വലിയ മാലയിട്ട ഉമ്മമാര്, അവരങ്ങനെ തലയിൽ ഒരു ചെറിയ തട്ടോ ഇട്ടിട്ട് അവരവരുടേതായ കുപ്പായെല്ലാം ഇട്ടിട്ട് ആ കുപ്പായവും ആ തട്ടവും ആ പറയുന്ന ഓർണമെന്റ്സും അതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയായിട്ട് മാറിയിട്ട് അതിന് പകരം വന്നിട്ടുള്ളത് കോലമാണ് ഈ പാറാട പോലത്തെ ഈ സാധനം, ഈ കറുത്ത വേഷം, കറുത്ത കുട്ടിച്ചാക്ക്. ഈ കറുത്ത കുട്ടിച്ചാക്ക് കൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം ഈ കുട്ടിച്ചാക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, കുട്ടിച്ചാക്കത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ വേണ്ട, പല്ല് തേക്കാൻ വേണ്ട, പിന്നെ ആരുടെ കൂടെ വേണമെങ്കിലും പോവാം. അങ്ങനെ ഒരു പിന്നെ മറയുണ്ട് അതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഈ പറയുന്ന മറയിട്ട് കഴിഞ്ഞാൽ ആരുടെ കൂടെ പോയാലും അറിയില്ല. അത് ഈ പറയുന്ന വേഷം അടിച്ചേൽപ്പിക്കുന്ന ആണുങ്ങള്, അതായത് മുസ്ലിം വർഗത്തിലുണ്ടായിരുന്ന ആണുങ്ങളെ നിങ്ങളും ഒന്ന് കരുതിയിരുന്നോ? കാരണം നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഈ വേഷം കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവരതിന്റെ പുറകില് പല തരത്തിലുള്ള വേഷം കെട്ടുകളും നടത്തുന്നുണ്ട്. ചിന്തിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മറ്റുള്ള ആണുങ്ങൾ ഞങ്ങളെ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കണ്ണ് മാത്രമേ വെളിയിൽ കാണാൻ പാടുള്ളൂ, കണ്ണും മുറച്ചുകൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ചാക്കിനകത്ത്, കുട്ടിച്ചാക്കിനകത്ത് ഇതുങ്ങളെ കയറ്റി വിടുമ്പോ ആ കുട്ടിച്ചാക്ക്
പശ്ചാത്തലത്തിനകത്ത് കയറിയിട്ട് അവർ കളിക്കുന്ന മറ്റൊരു ഗെയിമുണ്ട്. ആ ഗെയിം നിങ്ങളുടെ അടിത്തറ മാന്തുന്ന ഗെയിമാണ് അവർ കളിക്കുക. കാരണം നിങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നില്ലെങ്കിൽ അവരപ്പുറത്ത് സന്തോഷത്തിന് പോയാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങൾ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുമ്പോൾ നിങ്ങളുടെ പെണ്ണുങ്ങൾ ഈ വേഷവും കെട്ടിക്കൊണ്ട് ആ വേഷത്തിന്റെ മറയില് ചെയ്തു കൂട്ടാത്ത തോന്നിവാസങ്ങളൊന്നുമില്ല. ഞാൻ അനുഭവ സാക്ഷ്യത്തോട് കൂടിയിട്ടാ പറയുന്നത്. എന്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട്. കാരണം ഓൾമോസ്റ്റ് മുസ്ലിം കൂട്ടുകാരും ഉള്ളത് ഗൾഫിലാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന ഒരു വയസ്സായൊരു ഉമ്മയോ വാപ്പയോ ആരെങ്കിലും വീട്ടിലുണ്ടാവും. അവിടെ ഈ ഒരു മരോള് മാത്രമേ ഉണ്ടാവുള്ളൂ. മരോൾക്കൊരു പർദ്ദ ഉണ്ടെങ്കിൽ കാര്യം വെടിപ്പായി. അപവാദമല്ല പറയുന്നത്. എനിക്ക് ആരും അപവാദം പറയേണ്ട കാര്യമില്ല, അനുഭവമാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വേഷങ്ങളെ കൊണ്ട് അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനാവശ്യമായ വേഷങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ആ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ആരാണെങ്കിലും ശരി. അപ്പൊ നമ്മളെല്ലാവരും ഈ പറയുന്ന സമൂഹത്തിൽ, നമ്മളെല്ലാവരും അടങ്ങുന്ന സമൂഹത്തില് ഒരു വിഭാഗത്തിനെ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ അടിച്ചേൽപ്പിക്കലുകള് പലപ്പോഴും മറനീക്കി പുറത്തു വരാനുള്ള മറ്റൊരു ആയുധമായിട്ട് അത് പരിണമിക്കും. അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിക്കോളൂ. പണിയെടുത്താൽ നമ്മുടെ സഖാവ് പറഞ്ഞ പോലെ പണിയെടുത്താൽ കൂലിയുണ്ട്. പണിയെടുത്താൽ ആർക്കായാലും കൂലിയുണ്ട്. അത് ആർക്കായാലും കിട്ടും. കാലം തന്നെയാണ് സാക്ഷി. ഇപ്പോ ഈ പറയുന്ന കളികൾ, നിങ്ങൾ ഒരുപാട് കളികൾ കളിച്ചു. എവിടെ പോയിട്ട് കളിച്ചാലും, ഏത് ആകാശത്ത് പോയിട്ട് കളിച്ചാലും താഴെ വന്നിട്ടാണ് സമ്മാനം കിട്ടും ആർക്കായാലും. കാരണം മറ്റുള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ ഭൂമിയിൽ ജനിച്ചവർക്കും ഇവിടെ ജീവിക്കണം. നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസികളല്ല, ബാക്കി വിശ്വാസികൾക്കും ഇവിടെ ജീവിക്കണം. അവരുടെ വിശ്വാസത്തോടു കൂടിയിട്ട് ജീവിക്കണം. ഹായ് രാജ്മോഹൻ, എന്താണ് ഒരു ഹായ് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നേ? രാജ്മോഹൻ ഒരു വലിയ ഹായ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിക്ക് ഈ പറയുന്ന സംഗതികൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരിയാണ് വന്നത്. ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ പർദ്ദ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സംഗതികൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ചിരിയാണ് വന്നത്. എനിക്കതിലെ കോമഡിയാണ് ഫീൽ ചെയ്തത്. ഈ പറയുന്ന ആൾക്കാരുടെ, ഇവരുടെ ഈ വൃത്തികെട്ട കോമൺ സെൻസ് ഇല്ലാത്ത ഇവരുടെ കുറെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ അത് തലയ്ക്കകത്ത് വെളിവുള്ള ആരും പറയുന്നൊരു വാക്കുകളല്ല. പ്രത്യേകിച്ചും പഠിച്ച് MBBS ഒക്കെ വരെ വന്നിട്ടുള്ള കുറേ സഹോദരിമാരായാലും അവര് സമൂഹത്തിൽ വളരെ നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ട വ്യക്തികള് ഈ പറയുന്ന മതത്തിന് അടിമപ്പെട്ടിട്ട് മതത്തിന്റെ ഒപ്പം പോയിട്ട് നടക്കുന്ന മനുഷ്യരെ കൊണ്ട് എനിക്ക് യാതൊന്നും പറയാനില്ല. പൊന്നുമക്കളെ, ഇതുപോലത്തെ വൃത്തികെട്ട സെൻസ് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മദ്രസയിൽ നടപ്പാക്കും. അതായിരിക്കും കുറേ കൂടെ നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പർദ്ദ വേണം, ഹിജാബ് വേണം, അമ്മയുടെ നായര് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഒരു കാര്യം ഓർത്താൽ കൊള്ളാം. ആദ്യം തന്നെ നിങ്ങളുടെ വർഗത്തില് നിങ്ങളുടെ കുഞ്ഞു മക്കള്, എനിക്ക് നിങ്ങളുടെ വർഗത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്. ഇതൊരു പൊതുസമൂഹമാണ്. ഈ സമൂഹത്തിന്റെ ഒരു വിഭാഗക്കാർ മാത്രം കാണിക്കുന്നതാണ് 6 വയസ്സും 5 വയസ്സും 3 വയസ്സൊക്കെ കുഞ്ഞുമക്കളെ മദ്രസയിൽ കൊണ്ടാക്കുമ്പോൾ ആ മദ്രസ പീഡനങ്ങള് ഞാൻ കുറച്ച് കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്. ആ മദ്രസ പീഡനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അറുതി വരുത്താനായിട്ട് ഇതുപോലത്തെ ശിരോവസ്ത്രവും പർദ്ദയും ഒക്കെ ഇട്ട് മൂടിയിട്ടുള്ള കുറെ പെണ്ണുങ്ങളെ വെക്കി ആ ഉസ്താദുമാരെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്ക്. ആ കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്തേ. കാരണം വർഗീയത കുത്തിക്കയറ്റാനുള്ളതല്ലേ ഈ പറയുന്ന മദ്രസയ്ക്കകത്തും ധരിക്കുമ്പോഴും ഉള്ള വർഗീയത കുത്തിക്കയറ്റി ആ പാവങ്ങള് ഒരു വഴിക്കായിട്ട് ദേഹാസ്വസ്ഥ്യം മൂലവും പീഡനം മൂലവും ഇപ്പം ഒരു ഓൾമോസ്റ്റ് മലപ്പുറം ജില്ലയാണോ കോഴിക്കോട് ജില്ലയാണോ എന്നറിയില്ല, സ്വന്തം വാപ്പമാര് വരെ കുഞ്ഞുങ്ങളെ 14 വയസ്സും 15 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഗർഭിണികളാക്കിയിട്ടേ ഉമ്മമാര് നടക്കുകയാണ്. എന്തിന്? അബോർഷന് വേണ്ടിയിട്ട്. സ്വന്തം വാപ്പമാരാണ്. കാരണം പെണ്ണ് കൃഷിയിടമാണ്. അത് വേറൊരു കിതാബിലുള്ള വേറൊരു വേടാണ്. പെണ്ണ് വെറും കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൽ ആർക്ക് വേണമെങ്കിലും കയറി കൃഷി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അവിടെ ആങ്ങളെയും കയറും, വാപ്പയും കയറും, എല്ലാവരും കയറും. ഇത് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മതത്തിൽ നടക്കുന്ന പുഴുക്കുത്തുകൾ, നിങ്ങൾക്കത് പുഴുക്കുത്തുകളായിട്ട് തോന്നുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കത് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു പരിഹാരം നിങ്ങളൊന്ന് ആലോചിക്കേ. നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയും ഈ പറയുന്ന മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിക്ക് വായ തുറന്നാ പറയുന്നതാണ് ഇസ്ലാമോഫോബിയ അല്ല മുത്തേ. ഞങ്ങൾക്ക് നിങ്ങളെ പേടിച്ചിട്ട് ജീവിക്കാൻ വയ്യ. അതാണ് അവസ്ഥ, അതാണ് സത്യം അല്ലേ?
അപ്പൊ ഈ പറയുന്ന ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും പേര് ജീവിക്കുന്ന ഈ സഹോദരിമാരെ, ഈ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ തന്നെ ഇതിന് പരിഹാരം കാണുക. നിങ്ങളുടെ വർഗത്തിന് തന്നെയാണ് നാണക്കേട്. നിങ്ങൾ നാളെ മറ്റുള്ളവരെ വെറുക്കുന്ന, മറ്റുള്ളവരെ അറയ്ക്കുന്ന, മറ്റുള്ളവരെ പേടിക്കുന്ന ഒരു വർഗമായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടക്കാര് ചിന്തിക്കണം, നിങ്ങളിലുള്ള നല്ലവര് ചിന്തിക്കണം. നിങ്ങൾക്ക് ഈ വക വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും വേണോ, അതോ ഭൂമിയിൽ ജനിച്ചാൽ മര്യാദയ്ക്ക് ജീവിക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള വോയിസ് നിങ്ങൾക്കുണ്ട്. എന്തിനാണ് സമൂഹത്തിൽ വെറുക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്? എന്തിനാ? ഈ മതത്തിന്റെ പേരും പറഞ്ഞ് ജസ്റ്റ് മതമാണ്. ഈ പറയുന്ന ഭഗവത്ഗീത ആയാലും, ഈ പറയുന്ന ഖുറാൻ ആയാലും, ഈ പറയുന്ന ബൈബിൾ ആയാലും മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാണ്. വെറും മനുഷ്യൻ, പച്ച മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളാണ് ഇത് മുഴുവൻ. ഈ പച്ച മനുഷ്യർ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ, അല്ലാണ്ട് ദൈവങ്ങൾ വന്നിട്ട് എഴുതിയത് നിങ്ങൾ കണ്ട? ആ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വാചകങ്ങള് സെൻസോടുകൂടി വായിച്ച് ആവശ്യമുള്ളത് എടുത്ത് ആവശ്യമില്ലാത്തത് കളഞ്ഞ് ജീവിക്കേണ്ട നിങ്ങള് ഈ മതത്തിൽ എഴുതി വെച്ച ഈ വക പൊട്ടത്തരങ്ങളുടെ പുറകെ പോയി ഒരു സമൂഹം വരെ, ഒരു രാജ്യം മൊത്തം മുടിപ്പിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ചിന്തിക്കേ. പടച്ചോൻ വന്നിട്ട് എഴുതിയതാണോ ഖുറാൻ? ആർക്കെങ്കിലും തെളിവുണ്ടോ? തെളിവ് സഹിതം കാണിച്ചു തരണം. പടച്ചോൻ നേരിട്ട് വന്നിട്ട് ഖുറാൻ എഴുതണത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഭഗവത്ഗീത രചിച്ചോ? ആരെങ്കിലും കണ്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ താ, ഞാൻ അംഗീകരിക്കാം. യേശു ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്നിട്ട് ബൈബിൾ എഴുതിയോ? നിങ്ങൾ കാണിച്ചതാ, ഞാൻ അംഗീകരിക്കാം. അപ്പൊ മതഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന്, നമ്മളുടെ ആത്മസംതൃപ്തിക്കും നമ്മുടെ ആത്മവിശ്വാസത്തിനും വേണ്ടി ഉപയോഗിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പോവരുത്. അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അതിന് മതഭ്രാന്ത് എന്നാ പറയാ. ആ മതഭ്രാന്ത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കിടന്നിട്ട് കടിപിടി കൂടിക്കോ. മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, ദയവ് ചെയ്ത്. കാരണം നിങ്ങൾ നാളെ മറ്റുള്ളവർ വെറുക്കപ്പെട്ട, കൈ ചൂണ്ടുന്ന, ഒരാൾക്കും താല്പര്യമില്ലാത്ത എല്ലാ രാജ്യങ്ങളിലും നിങ്ങളൊരു ചോദ്യചിഹ്നമാണ്. എല്ലാ രാജ്യങ്ങളിലും നിങ്ങളൊരു ചോദ്യചിഹ്നമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? മതം. അതായത് ഭൂമിയിൽ ജനിച്ച്, മൂക്ക് കഴിപ്പട്ടായിട്ട് ഭൂമിയിൽ ജനിച്ച്, ഈ സ്വർഗമായ ഈ സ്വർഗം ഈ ഭൂമിയാണ്, നരകവും ഭൂമിയാണ്. നമ്മൾ ജനിച്ച ഈ ഭൂമി തന്നെയാണ് സ്വർഗവും നരകവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ബുദ്ധിമുട്ടും, നമ്മുടെ നരകവും, നമ്മുടെ സന്തോഷങ്ങളും, നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ സ്വർഗവുമായിട്ട് ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് ജീവിച്ച് സ്വർഗവും നരകവും ഈ ഭൂമിയിൽ അനുഭവിച്ച് അവസാനം അങ്ങ് മേപ്പോട്ട് ചത്തുപോകുമ്പോൾ ശരീരം അങ്ങ് ചീഞ്ഞു പോകുന്നു. പിന്നെ കഴിഞ്ഞു, അതോടുകൂടി തീർന്നു. അപ്പൊ ഇത്രയും സുന്ദരമായ ഈ ഭൂമിയിൽ ജനിച്ചാൽ, ഈ ഭൂമിയിൽ ജീവിക്കാൻ, നല്ലവരായി ജീവിച്ച് സമാധാനത്തോടുകൂടി ജീവിച്ച് ജീവിതം ആസ്വദിക്കേ. വർഗങ്ങളെ ആസ്വദിക്കുക. നിങ്ങൾ അവരവർക്ക് കിട്ടിയ ജന്മം പോയിട്ട് ആ ജന്മം ബോംബ് വെച്ച് പൊട്ടിച്ചിട്ടോ, അല്ലെങ്കിൽ ബസ്സിൽ ബോംബ് വെച്ചിട്ടോ, ട്രെയിനിൽ ബോംബ് വെച്ചിട്ടോ, എയറോപ്ലെയിനിൽ ബോംബ് വെച്ചിട്ടോ, മറ്റുള്ളവന്റെ കഴുത്ത് വെട്ടിയിട്ടോ, സിനിമാ തിയേറ്ററിൽ ബോംബ് വെച്ചിട്ടോ ഈ പറയുന്ന നരഹത്യ നടത്തുമ്പോ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വെറും ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ അതിദാരുണമായിട്ട് കൊല്ലുമ്പോ, ഈ കൊല്ലുന്നതിനൊക്കെ പുറകില് എന്താണ്? സ്വർഗം പോകാൻ വേണ്ടിയിട്ടാ. സ്വർഗത്തിൽ ആരാ ഇരിക്കുന്നത്? 75 ഹൂറികളോ 80 ഹൂറികളോ കണ്ടുണ്ട്. അതെങ്ങനെയുള്ള ഹൂറികള്? എന്താ പറയാ, ആ വർണ്ണന എനിക്ക് പറയാൻ കൊള്ളൂല. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുപോലത്തെ ഇടിയാത്ത മാറുള്ള, നല്ല കുത്തനെ നിർത്തിയിട്ടുള്ള മാറുള്ള, ഇടിയാത്ത മാറുള്ള പെണ്ണുങ്ങളെ ഹൂറിമാര്, നല്ല വെളുത്ത ഹൂറിമാര്, എല്ലാ തരത്തിലും കള്ളും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം കൂടിയിട്ട്, അതായത് ഞാൻ ഏതോ ഒരു ഉസ്താദ് പറയണ കേട്ടു, സ്വർഗത്തിലുള്ള റൂമുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? സ്വർഗത്തിലുള്ള റൂമുകളൊന്നും ഇങ്ങനെയൊന്നല്ല, വലിയ റൂമുകളാ. ഒരറ്റത്ത് നടന്ന ഒരു ഭാഗത്തേക്ക് എത്തൂല. പിന്നെ സ്വർഗത്തിൽ പഴണ്ട് വേണമെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ ചാടി ഇങ്ങനെ കൈ കാട്ടിയാൽ മതി, അപ്പൊ ആപ്പിളിട്ട് പൊട്ടിക്കാം സ്വർഗത്തില്. അതേപോലത്തെ സ്വർഗത്തിലെ ഹൂറികൾ. ഈ ജാതി പൊട്ടത്തരങ്ങളൊക്കെ കേട്ട് എനിക്ക് ചിരി വരാറുണ്ട്. അപ്പൊ ഈ പൊട്ടത്തരങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എവിടെയോ എന്തോ ഉണ്ട് എന്നുള്ള അന്ധവിശ്വാസത്തിന്റെ പുറത്ത് പാവപ്പെട്ട മനുഷ്യരെ കുരുതി കൊടുത്ത് സ്വർഗം പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ സ്വയം കഴുത്തു മുറിച്ചങ്ങ് ചത്തുപോയി സ്വർഗം പോവുക. മറ്റുള്ളവരെ കൊല്ലാതിരിക്കുക. ഈ വർഗങ്ങളോട് എനിക്ക് പറയാനുള്ളതാ, യാചനയാണ്. മറ്റുള്ളവരെ നിങ്ങൾ കൊല്ലാതിരിക്കുക. പാവപ്പെട്ട, ഒന്നും അറിയാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ കുരുതി കൊടുക്കാതിരിക്കുക. നിങ്ങൾ സ്വയം അങ്ങ് ചത്തു പൊക്കോ മേപ്പോട്ട്, എന്നിട്ട് പോയി സ്വർഗത്തിലേക്ക് പോയി കേറ്. കൂറിയെ കേറുവോ? ആരെ വേണമെങ്കിൽ കേറ്. ഞാൻ ചോദിക്കും,
ചോദിക്കുന്ന ഈ സ്വർഗത്തിൽ പോകാനായിട്ട് മുമ്പ്, ഈ സ്വർഗം പോകാൻ പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ഹൂറികളെ 75 ഹൂറികൾ ഇങ്ങനെ റെഡി ആയിട്ട് നിപ്പുണ്ട്. ഈ പറയുന്നമാർക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കൊന്നു കഴിഞ്ഞിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഐസിസിന്റെ പേരും പറഞ്ഞിട്ട് കുറെ ലേഡീസ് ഇവിടുന്ന് പോയല്ലോ. ഐസിസിന്റെ പേരും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാനായിട്ട് കുറെ പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ട് പോയല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ ചത്താൽ അവർക്ക് ഹൂറന്മാരെ വേണ്ടേ? ഹൂറന്മാരില്ലേ? അത് പെണ്ണുങ്ങൾക്ക് ഹൂറന്മാരെ വേണ്ടേ? ഈ പെണ്ണുങ്ങൾ ഇവിടെ പാവങ്ങള് കൃഷിയിടം പോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒഴവുകാരുടെ പോലെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഓരോ മുസ്ലിം കുടുംബങ്ങളിലും ഉണ്ടാവും ഉമ്മർത്തേക്ക് പോലും വരാനായിട്ട് പിന്നെ അനുവാദമില്ലാത്ത കുറെ പെണ്ണുങ്ങൾ. അതുങ്ങൾ ഈ അടുക്കളയിൽ കിടന്നിട്ടും കരിയും പുകഞ്ഞും കൊണ്ടും പിന്നെ ഐസിഎസിൽ പോയിട്ടും പൊട്ടിത്തെറിച്ചും അങ്ങനെയൊക്കെ ചാകുന്ന കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് നല്ല തണ്ടും തടിയുള്ള നല്ല മുസൽമാന്മാരായിട്ടുള്ള ഹൂറന്മാരെ വേണ്ടേ? അതെന്തൊരു പിന്നെ എന്താ പറയാ വേർതിരിവാണ്. അപ്പൊ അവിടെയും വേർതിരിവ്. സ്വർഗത്തിലും പെണ്ണുങ്ങൾക്ക് ഒന്നും വേണ്ട. അവർക്ക് ഈ നരകം പിടിച്ച ഓരോ ആൾക്കാരെ സഹിച്ച് അവർക്ക് സ്വർഗത്തിൽ ചെന്നാലും അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഹൂറന്മാരൊന്നുമില്ല. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ചത്ത എവിടെ പോണോ എന്തോ അറിയാൻ പാടില്ല. ഇത്രയും കാര്യങ്ങള് ഇത് മുഴുവൻ ഒരു മതത്തിന്റെ പേരും പറഞ്ഞ് ചെയ്യുന്നതാ. ഒരു മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. എന്ത്? ഞങ്ങളുടെ മതത്തിന് വേണ്ടിയിട്ടുള്ളവർ മാത്രം മതി, ബാക്കിയുള്ളവരൊന്നും വേണ്ട, അവരൊന്നും ജീവിച്ചിരിക്കണ്ട. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ മതത്തിൽ നടക്കുന്ന ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്ക്. ഇനി ഏകീകൃത സിവിൽ കോഡ് അത് ആർക്കും വേണ്ട. എന്റെ പൊന്നോ, ഏകീകൃത സിവിൽ കോഡ് വേണ്ട. നമ്മൾ പോയി ഓടി. ഏകീകൃത സിവിൽ കോഡ് നമുക്ക് വേണ്ട. എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ഒരു ഭാര്യയെ കല്യാണം കഴിച്ചാൽ അവരെ ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് പറയുന്ന പോലെ കോടതി നിയമം പോലെ ഒരേ നിയമം. നീ നിന്റെ ഭാര്യയെ കല്യാണം കഴിച്ചാൽ അവളെ സംരക്ഷിക്കാനും അവസാന കാലം വരെ പോറ്റാനും നീ തയ്യാറാവണം. അതൊന്നാമത്തെ കാര്യം. ഇതെന്താണ് തെറ്റ്? അപ്പൊ ഞമ്മക്ക് എന്തായി? ഞമ്മക്ക് 4ഉം 5ഉം വേണം. ഒന്നിനെ കളയണം, പിന്നെ മൊയ്യൊല്ലണം, രണ്ടാമത്തേന് എടുക്കണം മൊയ്യൊല്ലണം, മൂന്നാമത്തേന് എടുക്കണം മൊയ്യൊല്ലണം. അതൊക്കെ നമുക്ക് വേണം. അപ്പൊ പിന്നെ അതൊരു കാര്യം. അടുത്തത് എന്താ പറയുന്നത്? അടുത്തത് ഈ പറയുന്ന ആൾക്കാരെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഭാഗം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത ഭാഗം ചെത്തിക്കളയണം. ആ നിയമം കൊണ്ടുപോവാ. നിങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡ് വേണ്ടെങ്കിൽ നിങ്ങളുടെ ശരീഅത്ത് നിയമം നടപ്പാക്ക്. ഏതെങ്കിലും ഒന്നും വേണ്ട. ഇത് എന്താ പറയാ, കയ്യും പിടില്ല കഴുത്തും പിടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരു മര്യാദ വേണ്ടേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പരിപാടി ഏത് ഭാഗം കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയുക. ആ നിയമം കൊണ്ടുപോവാ. ഞങ്ങൾ മാന്യമായിട്ടുള്ള ജീവിക്കും, നമുക്കൊരു പേടിയില്ല. ശരീഅത്ത് നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷേ സർക്കാരിനോട് ഒരു അപേക്ഷയുള്ളൂ, ശരീഅത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാവണം. ഇവിടെ ശരിക്കും ശരീഅത്താണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ ശരീഅത്തൊക്കെ നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചേ പോയി. പക്ഷേ ശരീഅത്ത് വന്നു കഴിഞ്ഞാല് ഇവിടെ പലരും പല അവയവങ്ങളും നഷ്ടപ്പെട്ടവരാവും. നമ്മുടെ ശക്തിധരൻ സാറ് പറഞ്ഞ പോലെ നട്ടപ്പാതിരയ്ക്ക് സൂര്യൻ ഉദിച്ചാൽ ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ രാവിലെ വെളുക്കുമ്പോഴല്ലേ നമുക്കൊരു കണക്കുണ്ടല്ലോ, 6 മണിയോട് കൂടിയിട്ടൊക്കെ സൂര്യൻ ഉദിക്കുള്ളൂ. നമുക്കൊരു കണക്ക് കൂട്ടുന്നുണ്ട്. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞത്. നട്ടപ്പാതിരയ്ക്ക് സൂര്യൻ ഉദിച്ചാൽ ഇവിടെ പലരും തുണിയില്ലാണ്ട് ഓടുന്നത് കാണേണ്ടി വരും. ആ അവസ്ഥയാണ്. അപ്പോ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ നാട് കിടപ്പുണ്ട് പാകിസ്ഥാനില്, അങ്ങോട്ടേക്ക് ഈസി ആയിട്ട് പോകാം. അവിടെ പോയിട്ട് എന്താണെങ്കിൽ കേൾക്കാം, തലകുത്തി മറിയാം. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ബഹുസ്വര നാടാണ്, ബഹുസ്വര രാജ്യമാണ്. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, വടിയെടുക്കുന്നില്ല. നിങ്ങളെ വടിയെടുത്ത് ആരും തല്ലാൻ വരുന്നില്ല. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഹിന്ദു പറയുന്നുണ്ടോ? ഈ പറയുന്ന സംഗതികൾ മുഴുവനും ബോംബ് പൊട്ടിച്ചതായാലും ഈ പറയുന്ന നിയമങ്ങളായാലും ഏതെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ? ഈ കണ്ട കാലം, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള കാലമാണ്. ഇത്രയും ആക്റ്റീവായ കാലത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു ഹിന്ദു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടർ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണമെങ്കിൽ കാവി ഷോൾ വേണം, കാവി മുണ്ട് കൊടുക്കണം. ആഹാ, അന്തസ്. എങ്ങനെ ഉണ്ടാവും? ഒരു സുഖമില്ലേ കേൾക്കാൻ? അപ്പൊ അതേപോലെ തന്നെയുള്ളൂ ഇതും. ഒന്ന് തിരിച്ചിട്ടാ മതി, കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇതുണ്ടാക്കിയത് ഇവിടുത്തെ ഹിന്ദുക്കളല്ല,
സ്വയം വെറുക്കാനും സ്വയം വെറുക്കപ്പെടാനും സ്വയം ഭയപ്പെടുത്താനും നിങ്ങൾ തന്നെ മലർന്നു കിടന്ന് തുപ്പിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ജാതി കൊണ്ട്, നിങ്ങളുടെ മതം കൊണ്ട്, നിങ്ങളുടെ മതവെറി കൊണ്ട്, നിങ്ങളുടെ മതം കൊണ്ട് മതം പൊട്ടിയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ച കാര്യമാണ് എന്ത്? ഈ പറയുന്ന അറപ്പും വെറുപ്പും ഒരു വിഭാഗങ്ങളെ എല്ലാവരും പേടിച്ചു പോയത്. അതിന് ഇസ്ലാമോഫോബിയ എന്നല്ല പേരിട്ട് വിളിക്കേണ്ടത്, പേടിയാണെന്നാണ്, നിങ്ങളെ ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ മീഡിയ വണ്ണിനോടും, ഈ മീഡിയ വണ്ണിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഷേവ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ കുറെ എണ്ണങ്ങള് മീഡിയ വണ്ണില്. അയ്യോ അബ്ദുള്ള ഉണ്ടല്ലോ, ഓ അബ്ദുള്ളയോടും ഈ പറയുന്ന വർഗത്തിൽ വല്ലാണ്ട് കിടന്ന് ചലിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, ഈ ഷേവിങ്ങിന് മറുമരുന്നില്ല. ഇത് അവരവര് സ്വയം ഉണ്ടാക്കി വെക്കുന്നതാ. ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല അവർക്കൊക്കെ അവരുടെ അമ്പലത്തിലേക്ക് പിരിവ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പള്ളിക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ എല്ലാവരും ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചതാണ് ഞങ്ങളുടെ കാരണന്മാര്. ഞങ്ങളെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കാരണന്മാര് വളർത്തിയത്. വളർത്തു ഗുണമാണ്, അടിവരയിട്ട്, നോട്ട് ദ പോയിന്റ്. വളർത്തു ഗുണമാണ്. ജാത്യാലുള്ള തൂത്ത പോവില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ. എനിക്കും എന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായിട്ട് ജീവിക്കുന്ന ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നത് ഭൂരിപക്ഷമാണെങ്കിൽ, ഈ ഭൂരിപക്ഷത്തിന് പകരം ഈ ന്യൂനപക്ഷങ്ങളായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേ, നമ്മൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അശേഷം നിസ്സംശയം മറുപടി പറയാം, ഉണ്ടാവില്ല. ഓർമ്മയുണ്ടല്ലോ മാപ്പിള ലഹള 1921. തൂര് കിണർ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ എടുക്കാനായിട്ട് വേഷം കെട്ടെടുത്താൽ നടക്കില്ല. അതുകൊണ്ട് മടക്കി ഒതുക്കി വച്ചിരിക്കുക, 8 മടക്കി ഒതുക്കി എവിടെയോ വച്ചിരിക്കുക. വേഷം കെട്ടെടുത്താൽ നടക്കില്ല. അതുകൊണ്ടാ എടുത്തായിരുന്നു. ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായിരുന്നു. വാളിന്റെ തുമ്പത്തൊക്കെ നിർത്തിയിട്ടും ഭ്രൂണഹത്യ ചെയ്യിച്ചിട്ടും ബലാത്സംഗം ചെയ്യിച്ചിട്ടും വെട്ടിക്കേറിയിട്ടും ഞങ്ങള് മുന്നേറിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ നടക്കില്ല, നിർത്തിവെച്ചേക്കുക. അപ്പോ ഈ പറയുന്നവര് ഓരോരോ തരത്തിലും ഓരോരോ നിയമങ്ങൾ ഇറക്കിക്കൊണ്ട് വരുന്നവൻ ചിന്തിക്കണം, മറുഭാഗം അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? മറുഭാഗം ഈ വർഗങ്ങളോട് എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ, നല്ലവരെ കൂടി പറയിപ്പിക്കല്ലേ. ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മുസ്ലിം സഹോദരങ്ങളുണ്ട്. എനിക്ക് ആ ഒരുപാട് നല്ല മുസ്ലിം സഹോദരങ്ങളോട് വലിയ അപേക്ഷയാണ്, നിങ്ങൾ ഈ പൊട്ടത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കണം. നിങ്ങളിങ്ങനെ അപഹാസ്യരാവരുത്. സമൂഹത്തിന്റെ മുന്നിൽ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കളെ, മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങൾ പ്രതികരിക്കണം. ഈ പറയുന്ന തെണ്ടിത്തരങ്ങൾ നിങ്ങൾ അല്ലെന്ന് ഉറക്കെ വിളിച്ചു പറയണം. നിങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോണില്ല, ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ധൈര്യമായിട്ട് മുന്നിട്ട് വരണം. നിങ്ങൾ ഈ പൊട്ടത്തരങ്ങൾക്ക് എതിർക്കണം. എതിർത്തില്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങൾക്ക് ഒന്നും വരാനില്ല. നിങ്ങളുടെ സമൂഹം വെറുക്കപ്പെട്ട് അവസാനം ഇങ്ങനെ ആയി പോകും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ പാകിസ്ഥാന്റെ കഥ പറഞ്ഞു. പാകിസ്ഥാനിൽ എന്താണ് അവസ്ഥ? കഞ്ഞി കുടിക്കാൻ വരെ പാകില്ല. പാകിസ്ഥാൻ എന്നും ബോംബുണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങളെ അശേഷമാക്കിക്കൊണ്ടിരുന്നു. അവസാനം അവനവന്റെ നാശം തന്നെ വിതച്ചു. പാകിസ്ഥാനിൽ ഇപ്പൊ എന്താ ഉള്ളത്? കഞ്ഞി കുടിക്കാൻ വകയില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് കഞ്ഞി കുടിക്കാൻ വകയില്ല. കാര്യം, സത്യമില്ല, നീതിയില്ല, ധർമ്മമില്ല, യാതൊന്നുമില്ല. ആകെ കൂടി ഉള്ളത് തലയ്ക്കകത്ത് ബോംബ് മാത്രം. എപ്പോ ബോംബുണ്ടാക്കാം, ആരെ കൊല്ലാം, എത്ര ബോംബുണ്ടാക്കാം, എത്ര പേരെ കൊല്ലാൻ പറ്റും? നേരം വെളുത്തു കഴിഞ്ഞാൽ ഓരോ ജിഹാദിയും ചിന്തിക്കുന്നത് ഇന്ന് ബോംബുണ്ടാക്കിയിട്ട് എത്ര പേരെ കൊല്ലാൻ പറ്റും, എത്ര പേരെ കൊന്നാലാണ് സ്വർഗം കിട്ടുക. ഇത് ഇവന്റെ തലയ്ക്കകത്തോട്ട് വിളമ്പി വെച്ചിരിക്കുക, കുത്തിക്കയറ്റി വെച്ചിരിക്കുക. നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ജനിച്ചു വളർന്നു വരുമ്പോ നമ്മളോട് പറയുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത്. ഒരു ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് പൊട്ടത്തരമാണെങ്കിലും എന്റെ അമ്മ എന്നോട് പറയാറ്, ഒരു ഉറുമ്പിനെ കൊന്നാൽ 15 വയസ്സ് വരെ ഒരു കുട്ടി ചെയ്യുന്നതിന്റെ മഹാപാപം മുഴുവനും അവരുടെ അച്ഛനും അമ്മയും അനുഭവിക്കണം. അതുകൊണ്ട് നീ ഉറുമ്പിനെ പോലും നോവിക്കരുത്. എന്റെ അച്ഛനമ്മ എന്നെ പഠിപ്പിച്ചതാ. ആ ഒരു ഉറുമ്പിനെ 15 വയസ്സ് വരെ ഒരു കുട്ടി എന്തിനെങ്കിലും ജീവികളെ കൊന്നാൽ അതിന്റെ മഹാപാപം അച്ഛനും അമ്മയും അനുഭവിക്കണം. അതുകൊണ്ട് ചെയ്യരുത്. ഒരാളുടെ കാര്യം തട്ടിപ്പറിക്കരുത്, ഒരാളെ പറ്റിക്കരുത്, ഒരാളെ വഞ്ചിക്കരുത്. എല്ലാവരെയും ബഹുമാനിക്കണം. എല്ലാവരും ഈ ഭൂമിയിലുള്ളവരാണ്. എല്ലാവർക്കും നന്മ വരണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ അങ്ങനെയാണ് വളരേണ്ടത്.
നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വളർന്നതിന്റെ, അങ്ങനെ ചിന്തിച്ചതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എല്ലാവരെയും ഉൾക്കൊള്ളാനും എനിക്ക് എന്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള പർദ്ദയോ വർഗീയതയോ ആരോടും ഇല്ലാത്തതും ഇന്ന് ഈ ഭൂരിപക്ഷ ഹിന്ദു സംസ്കാരത്തില്, ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രത്തില് എല്ലാവരും സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നവൻ ഈ പറയുന്ന രീതിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നത് കൊണ്ടാണ്. അവന്റെ രക്ഷിതാക്കള് അവനെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളും ബാക്കി വർഗങ്ങളും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്കും അത് അനിവാര്യമാണ്. സമാധാനം വേണമെങ്കിൽ നിങ്ങൾക്കും അത് അനിവാര്യമാണ്. അതിനൊരു ചെലവില്ല. ഒരു കൊച്ചിന്റെ തലയിലേക്ക് വർഗീയത കയറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നാളെ ഇത് വലിയ 2 തല മൂർച്ചയുള്ള വാളായിട്ട് നിങ്ങളുടെ കഴുത്തിന് നേരെ തൂങ്ങും. നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കഴുത്തിന് നേരെ വരും. നിങ്ങൾ തന്നെ അനുഭവിക്കും. മലർന്നു കിടന്ന് തുപ്പിയാൽ നിങ്ങളുടെ നെഞ്ചത്ത് തന്നെ വീഴും. അപ്പൊ അതുകൊണ്ട് എല്ലാ നല്ല മുസ്ലിങ്ങളോടും എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രതികരിക്കണം ഈ പൊട്ടത്തരങ്ങൾക്കെതിരെ. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അന്തസ്സുള്ളവരായി ജീവിക്കണം. ഈ അപഹാസ്യരായിട്ട് ജീവിക്കരുത്. നിങ്ങൾ നല്ല മനുഷ്യരാണ്. നിങ്ങൾ പഠിപ്പും വിവരവും പത്രാസും പിന്നെ പണവും പ്രശസ്തിയും എല്ലാമുള്ള നിങ്ങൾ വെറും അപഹാസ്യരായിട്ട് ജീവിക്കരുത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരിടത്തേക്ക് നിങ്ങൾ വരണം. എന്റെ അപേക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്നെ ഇത്രയും നേരം കേട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ജയ് ഹിന്ദ്. താങ്ക് യു.